അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, പരിശുദ്ധ റമളാനിൻ്റെ മൂന്നാമത്തെ സുദിനത്തിലാണല്ലോ നാം ഉള്ളത്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മ മഹദിയാകുന്ന ഫാത്തിമ ബീവിയാണ് റളിയല്ലാഹു അൻഹ. അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ് റമളാൻ 3. ഒരിക്കൽ മഹാനാകുന്ന അലിയാർ തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന നേരം മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ തകൃതിയായ ജോലിയിലാണ്. പതിവിൽ നിന്ന് വിപരീതമായി മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീടൊക്കെ നന്നായി വൃത്തിയാക്കുകയാണ്. തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. സജീവമായ വല്ലാത്ത തിരക്ക് പിടിച്ച പണിയിലാണ്. അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നത് ഫാത്തിമ ബീവി കണ്ട ഭാവമേ നടിച്ചില്ല. അലിയാർ തങ്ങൾക്ക് വിഷമമായി. എന്നും താൻ കയറി വരുമ്പോൾ സ്നേഹത്തോടുകൂടെ തന്നെ വരവേറ്റിരുന്ന ഭാര്യ എന്തേ ഇന്ന് പതിവിൽ നിന്ന് വിപരീതമായി ഇങ്ങനെ പെരുമാറിയെന്ന് അലിയാർ തങ്ങൾ ചിന്തിക്കുകയാണ്. ഭാര്യയോട് ചോദിക്കുകയാണ്, എന്തുപറ്റി പൊന്നുമോളെ ഇന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളോട് പറയാണ്, ഞാനൊരു യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ യാത്രയിൽ എനിക്ക് നിങ്ങളെയും മക്കളെയും കൊണ്ടുപോകാൻ കഴിയില്ല അലി. അതുകൊണ്ട് ഞാൻ ആ യാത്രക്ക് വേണ്ടിയുള്ള തകൃതിയായ മുന്നൊരുക്കം നടത്തുകയാണെന്ന് ഫാത്തിമ ബീവി പറഞ്ഞപ്പോൾ സ്നേഹനിധിയായ ഭർത്താവ് അലിയാർ തങ്ങൾ പറഞ്ഞു, പൊന്നുമോളെ യാത്ര പോകുന്നതൊക്കെ ശരി, പക്ഷെ എപ്പോഴാണ് നീ തിരിച്ചു വരിക എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനിനി ഖിയാമത്ത് നാൾ വരെ തിരിച്ചു വരില്ല അലി എന്ന് പറഞ്ഞപ്പോൾ മഹാനാകുന്ന അലിയാർ തങ്ങൾ അവിടെ സ്തബ്ധനായി പോവുകയാണ്. രംഗം മറന്നുകൊണ്ട് അദ്ദേഹം വല്ലാതെ വിഷമിച്ച് കരഞ്ഞു പോവുകയാണ്. ഫാത്തിമ ബീവിയും ചേർന്ന് രണ്ടുപേരും പരസ്പരം കരയുകയാണ്. ഫാത്തിമ ബീവി തുടർന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പയെ സ്വപ്നം ദർശിച്ചിരുന്നു. എൻ്റെ ഉപ്പ ചോദിച്ചു, എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല പൊന്നുമോളെ, എന്നെ കാണാൻ താല്പര്യമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയോ നാളായി എൻ്റെ ഉപ്പയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയതമനോട് പറയുകയാണ്. തുടർന്ന് അവിടുന്ന് തൻ്റെ പ്രിയതമനോട് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അലി അങ്ങേക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി കരയുമ്പോൾ അലിയാർ തങ്ങൾ പറയുന്നു, എന്തിനങ്ങനെ പറയണം നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഫാത്തിമ ബീവി പറയാണ്, പ്രിയപ്പെട്ടവരെ, മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണിന് നാളെ സ്വർഗം കിട്ടണമെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ തൃപ്തി വേണമെന്നും. ഈ ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെയൊക്കെ ഭർത്താവിൻ്റെ തൃപ്തി നമുക്കുണ്ടോ? ഇന്നത്തെ ദിവസത്തിൽ അങ്ങനെ ഒരു തൃപ്തി, ഒരു പൊരുത്തപ്പെടിക്കൽ നമ്മുടെ ഭർത്താവിനോട് നടത്താൻ നമുക്ക് പറ്റിയാൽ അത് ഏറ്റവും വലിയ ഉദാത്തമായ കാര്യമായിരിക്കും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ മരണത്തിൻ്റെ വേളയിൽ അവിടുന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ശരീരം നിങ്ങൾ കഫം ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ പുറമെ എൻ്റെ ശരീരം ഒരാളും കാണാത്ത വിധം മറച്ചു പോകണമെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ജീവിതത്തിൽ അത്രമേൽ തൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി, തൻ്റെ വസ്ത്രത്തിൻ്റെ വിശുദ്ധിയൊക്കെ സൂക്ഷിച്ചവരായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവർ നാളെ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ്. അവരുടെ പിന്നിൽ പ്രിയമുള്ള സഹോദരിമാരെ നമുക്കും അണിചേരാൻ സാധിക്കണം. അതിനുവേണ്ടി ജീവിതത്തിൽ ഒതുക്കത്തോടെ, അതപോടെ, അച്ചടക്കത്തോടെ, വേഷവിധാനങ്ങളിലാണെങ്കിലും ജീവിതക്രമങ്ങളിലാണെങ്കിലുമൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കണം. അതിന് ഈ പരിശുദ്ധ റമളാനിൽ നമുക്ക് പരിശ്രമിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മഹദിയുടെ പേരിൽ എല്ലാവരും ഒരു ഫാത്തിഹ ഓതണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.